എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ് എടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ 9ാമത്തെ ചാപ്റ്ററാണ് ഠാക്കുർ കാ കുവാം. ഇത് ഹിന്ദിയിലെ പ്രശസ്ത കവി പ്രേംചന്ദിൻ്റെ ഒരു കഥയാണ്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് അന്ന് താഴ്ന്ന ജാതിക്കാരിൽപ്പെട്ടവർക്ക് ഉന്നത ജാതിക്കാരുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പോലും അനുവാദമില്ലായിരുന്നു. ശുദ്ധജലം നിഷേധിക്കപ്പെട്ട ഗംഗി എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയുടെ വിവശതയാണ് ഇവിടെ കഥാകൃത്ത് വ്യക്തമാക്കുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ പ്രേംചന്ദ്, അതായത് ഠാക്കുർ കാ കുവ എഴുതിയ കവിയെ ഒന്ന് പരിചയപ്പെടാം. പ്രേംചന്ദാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേംചന്ദിനെ അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ സ്കൂളുകളിലൊക്കെ പ്രേംചന്ദ് ദിവസമൊക്കെ ആചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഹിന്ദി, ഉറുദു ഭാഷകളിൽ സാഹിത്യരചന നടത്തുന്ന പ്രേംചന്ദ് ഭാരതത്തിലെ പ്രശസ്തരായ ലേഖകരിൽ ഒരാളാണ്. അദ്ദേഹം സംവേദനശീലനായ ലേഖകനും കരുതലുള്ള പൗരനും അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിയുമാണ്. നോവൽ, ചെറുകഥ, നാടകം, നിരൂപണം, എഡിറ്റോറിയൽ, ഓർമ്മക്കുറിപ്പ് തുടങ്ങി വിവിധ മേഖലകളിൽ രചനകൾ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഉപന്യാസ് സാമ്രാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഠാക്കുർ കാ കുവാം. ഠാക്കുർ എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിക്കുന്ന പേരാണ് ഠാക്കുർ. ഠാക്കുറിൻ്റെ കുവാം. കുവാം എന്ന് പറഞ്ഞാൽ കിണർ. ഠാക്കുറിൻ്റെ കിണർ, അതാണ് ഈ കഥയുടെ പേര്. ജോക്കൂനെ ലോട്ട മൂസെ ലഗായാത്തോ പാനിമേ സക്ത് ബദ്ബു ആയി. ഇവിടെ ജോക്കു എന്ന് പറയുന്നത് നമ്മുടെ പാഠത്തിലെ ഗംഗി എന്ന കഥാപാത്രത്തിൻ്റെ ഭർത്താവാണ്. അപ്പോൾ എന്താണ്, ജോക്കൂനെ ലോട്ട മൂസെ ലഗായ. ലോട്ട എന്ന് പറഞ്ഞ ഒരു പാത്രം, വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന മൊന്ത പോലത്തെ ഒരു പാത്രം. മൂസെ ലഗായാത്തോ പാനിമേ സക്ത് ബദ്ബു ആയി. വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖത്തേക്ക് മൊന്ത അടുപ്പിച്ചപ്പോൾ, ലഗായ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചപ്പോൾ, പാനിമേ സക്ത് ബദ്ബു ആയി. സക്ത് ശക്തമായ, ബദ്ബു ദുർഗന്ധം വന്നു. വെള്ളം കുടിക്കുന്നതിന് വേണ്ടി മൊന്ത മുഖത്തോട്ട് അടുപ്പിച്ചപ്പോൾ അതിൽ നിന്ന് ദുർഗന്ധം വന്നു. ഗംഗീസെ ബോല. ഗംഗിയോട് പറഞ്ഞു, ഏ കൈസാ പാനി ഹേ, ഇതെന്ത് വെള്ളമാണ്. മാരെ ബാസ്കെ പിയാ നഹീം ജാത്ത. എന്താണ്, ഒരു പൊട്ട സ്മെല്ല് കാരണം, ബാസ് എന്ന് പറഞ്ഞാൽ മണം, ദുർഗന്ധം. ദുർഗന്ധം കാരണം പിയാ നഹീം ജാത്ത. പിയ കുടിക്കുക, നഹീം ജാത്ത എന്താണ്, കുടിക്കാൻ പറ്റുന്നില്ല. ഗല സൂഖ ജാ രഹാ ഹേ. ഗല തൊണ്ട, സൂഖ വരളുന്നു, തൊണ്ട വരളാൻ തുടങ്ങി. ഔർ തു സടാ പാനി പിലായേ ദേത്തി ഹേ. പക്ഷെ നീ സടാ പാനി, സട എന്ന് പറഞ്ഞാൽ ചീത്തവെള്ളം, ചീത്തവെള്ളം പിലായെ ദേത്തിയെ കുടിക്കാൻ തരുന്നു. അപ്പോൾ എന്താണ്, ഫസ്റ്റത്തെ പാരഗ്രാഫിൽ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഈ ചിത്രത്തിലുണ്ട് അല്ലേ, ജോക്കു എന്ന് പറയുന്ന വ്യക്തി വെള്ളം കുടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ വെള്ളത്തിൽ നിന്ന് പൊട്ട ദുർഗന്ധം വരുന്നു. അപ്പോൾ ഗംഗിയോട്, ഭാര്യയോട് പറയാണ്, ഇതെന്തൊരു വെള്ളമാണ്, എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ജോക്കു ബീമാരിയാണ്, അത് കുറേ ദിവസമായിട്ട് വയ്യാണ്ട് കിടക്കുകയായിരുന്നു. ഗംഗി പ്രതിദിൻ ശാം പാനി ബർ ലിയ കർത്തീതി. ഗംഗി പ്രതിദിൻ എന്ന് പറഞ്ഞാൽ ഡെയിലി, ശ്യാം വൈകുന്നേരം, വെള്ളം, പാനി ബർ ലിയ കർത്തീതി പാനി നിറച്ചു വരാറുണ്ട്. കുവാം ദൂർദ, കിണറാണെങ്കിൽ ഒരുപാട് ദൂരത്താണ്. ബാർ ബാർ ജാന മുഷ്കിൽദ, അതുകൊണ്ട് ബാർ ബാർ ജാന ഇടയ്ക്കിടയ്ക്ക് പോവാൻ, മുഷ്കിൽദ എന്താണ്, ബുദ്ധിമുട്ടാണ്. കൽ വഹ് പാനിയിലായി, ഇന്നലെ അവൾ വെള്ളം കൊണ്ടുവന്നു. ലായി കൊണ്ടുവന്നു. തോ ഉസ്മേ ഭൂ ബിൽക്കുൽ നാദി. തോ എന്നാൽ, ഉസ്മേം അതിൽ, ഭൂ എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ഇവിടെ ദുർഗന്ധം എന്നതിന് ഒരുപാട് വാക്കുകൾ, പുതിയ ന്യൂ വേർഡ്സ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും അണ്ടർലൈൻ ചെയ്യണം. ഭൂ ബിൽക്കുൽ നാദി, ദുർഗന്ധം ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ആജ് പാനിമേ ബദ്ബു കൈസി, പക്ഷെ ഇന്നെങ്ങനെ ദുർഗന്ധം വെള്ളത്തിൽ ഉണ്ടായി. ലോട്ട നാക്ക് സേ ലക്കായ. നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്ക്, ഈ മൊന്ത മൂക്കിനോട് അവൾ അടുപ്പിച്ചു. തോ സച്ച്മുച്ച് ബദ്ബൂതി, സത്യത്തിൽ അതൊരു ദുർഗന്ധം തന്നെ ആയിരുന്നു. സെറൂർ കോയി ജാൻവർ കുവേമേ ഗിർക്കർ മർ ഗയാ ഹോഗ. അപ്പോൾ ഗംഗി വിചാരിച്ചു, എന്ത്, സെറൂർ തീർച്ചയായും, കോയി ജാൻവർ ഏതെങ്കിലും ഒരു മൃഗം, കുവേമേ ഗിർക്കർ മർ ഗയാ ഹോഗ ഈ കിണറിലേക്ക് വീണ് ചത്തിട്ടുണ്ടാവും. മർ ഗയാ ഹോഗ ചത്തു കാണും. മഗർ ദൂസര പാനി ആവേ കഹാംസെ. മഗർ എന്നാൽ, ദൂസര പാനി വേറെ വെള്ളം ഇനി എവിടുന്ന് കൊണ്ടുവരും. അതായത് പണ്ടത്തെ കാലത്ത് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ വെള്ളം കുടിക്കാൻ പോലും എന്താണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക്
വെള്ളം പോലും കൊണ്ടുവരാൻ അർഹതയുണ്ടായിരുന്നില്ല. അതായത് അന്നത്തെ കാലത്ത് കിണറുള്ള വീടുകളിൽ കയറി, അതായത് വലിയ വലിയ ആളുകൾ, ജാതിയിൽ മുതിർന്ന മേലാളന്മാരുടെ വീട്ടിൽ കയറി വെള്ളം പോലും കൊണ്ടുവരാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പറ്റില്ലായിരുന്നു. അതിന് അവർക്കൊക്കെ വിലക്കായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഇവർ കൊണ്ടുവന്നിരുന്ന ആ കിണറ്റിൽ വെള്ളം മലിനമായി പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളം കൊണ്ടുവരണമെങ്കിൽ പറ്റില്ല. കാരണം ഇവർ താഴ്ന്ന ജാതിക്കാരാണ്. ഇവർക്ക് വേറെ എവിടേക്കും സ്വതന്ത്രമായി യാത്ര ചെയ്യാനോ ഉയർന്ന ജാതിക്കാരുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനോ ഉള്ള അർഹത ഇവർക്കില്ലായിരുന്നു. ഠാക്കൂർ കെ കുവേം പർ കോൺ ചടനെ ദേഗ. അപ്പോൾ നമ്മുടെ അടുത്ത കഥാപാത്രമാണ് ഠാക്കൂർ. ഠാക്കൂർ കെ കുവേം പർ, ഠാക്കൂറിൻ്റെ കിണറ്റിൽ കോൺ ചടനെ ദേഗ, ആര് കയറാൻ, ആരാണ് അവിടേക്ക് കയറാൻ സമ്മതിക്കുക. ദൂർ സേ ലോഗ് ഠാണ്ട് ബത്തായേങ്ക, അകലെ നിന്ന് തന്നെ ആളുകൾ ചീത്ത വിളിക്കും. ഠാണ്ട് എന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കും. സാഹു കാ കുവ ഗാവുക്കെ ഉസ് സിറേ പർ ഹെ. ഇനി അടുത്ത കഥാപാത്രമാണ് സാഹു. സാഹുവിൻ്റെ കിണറാകട്ടെ ഈ ഗ്രാമത്തിൻ്റെ ഉസ് സിറേ പർ ഹെ, ഏറ്റവും അറ്റത്താണ്. പരന്തു വഹാംബി കോൻ പാനി ഭർണേ ദേഗ, പക്ഷെ അവിടെ നിന്നും ആരാണ് വെള്ളം കോരാൻ സമ്മതിക്കുക. കോയി തീസര കുവാൻ ഗാവുമേം ഹേ നെഹി, വേറെ മൂന്നാമതൊരു കിണർ ഈ ഗ്രാമത്തിലില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ഇത്രയും വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും അന്നത്തെ ജാതി വ്യവസ്ഥയുടെ ആ ഒരു ഭീഷണ കാലം. ജോക്കു കൈ ദിൻസെ ബീമാർ ഹേ, ജോക്കു കുറേ ദിവസങ്ങളായിട്ട് രോഗിയാണ്. കുച്ച് ദേർ തക്ക് തോ പ്യാസ് രോക്കെ ചുപ് പടാ രഹ, കുറച്ചു നേരം അവൻ പ്യാസ് രോക്കെ ദാഹം പിടിച്ചു നിന്നുകൊണ്ട് മിണ്ടാണ്ട് നിന്നു. ഫിർ ബോല, എന്നിട്ട് പറഞ്ഞു, അബ് തോ മാരെ പ്യാസ് കെ രഹ നഹീം ജാത്ത, ഇനി എനിക്ക് ദാഹിച്ചിരിക്കാൻ പറ്റില്ല. ലാ ദോടാ പാനി നാക്ക് ബന്ദ് കർക്കെ പീലും, തരൂ കുറച്ച് വെള്ളം, ഞാൻ മൂക്ക് പൊത്തിയിട്ട് കുടിച്ചോളാം. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഗംഗിനെ പാനി നാ ദിയ, പക്ഷേ ഗംഗി ആ വെള്ളം കൊടുത്തില്ല. ഗരാബ് പാനി സെ ബീമാരി ബഡ് ജായേഗി ഇത്തനാ ജാൻതി ദി, ഗംഗി എന്തറിയാം, പൊട്ടവെള്ളം, ഗരാബി പാനി എന്ന് പറഞ്ഞാൽ ചീത്ത വെള്ളം കുടിച്ചാൽ ബീമാരി ബഡ് ജായേങ്കി, അസുഖം കൂടും. ഇത്തനാ ജാൻതി ദി, അത് അവൾക്കറിയാം. പരന്തു യഹ് നാ ജാൻതി ദി കി പാനിക്കോ ഉബാൽ ദേനെ സെ ഉസ്കി ഗരാബി ജാതി രഹത്തി ഹെ, പക്ഷെ അവൾക്ക് ഇതറിയില്ലായിരുന്നു. എന്ത്? പാനിക്കോ ഉബാൽ ദേനെ സെ, ഉബാൽ ദേന എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക. തിളപ്പിച്ചു കഴിഞ്ഞാൽ ഗരാബി, അതായത് അതിലെ ആ ചീത്തത് അണുക്കൾ ചത്തുപോകുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ പറഞ്ഞു, ബോലി യേ പാനി കൈസേ പൂവേ, ഈ വെള്ളം എങ്ങനെ കുടിക്കാനാണ്. നാ ജാനെ കോൻ ജാൻവർ മരാഹേ, നമുക്കറിയില്ലല്ലോ ഏതെങ്കിലും മൃഗം അതിൽ വീണ് ചത്തിട്ടുണ്ടോ എന്ന്. കുവേംസെ മേം ദൂസര പാനി ലായേ ദേത്തിഹും, ഞാൻ കിണറ്റിൽ നിന്ന് വേറെ വെള്ളം എടുത്തിട്ട് വരാം. ജോക്കുവിനെ ആശ്ചര്യസി ഉസ്കി ഓർ ദേഖ, അപ്പോൾ അത് കേട്ടപ്പോൾ ജോക്കു ആശ്ചര്യത്തോടെ അവളെ നോക്കി. പാനി കഹാംസെ ലായേഗി, വെള്ളമോ എവിടെ നിന്ന് കൊണ്ടുവരും. കണ്ടോ, ഇവിടെ ജോക്കു ഇത്രയും ആശ്ചര്യമായിട്ട് ചോദിക്കാൻ തന്നെ എന്താവും കാരണം? ജോക്കുവിനറിയാം വേറെ കിണർ ഇല്ല, വേറെ കിണറുള്ളത് ഠാക്കൂറിൻ്റെയും സാഹുവിൻ്റെയും വീട്ടിലാണ്. അവിടെ ഇവർക്ക് കയറാൻ ഉള്ള അവകാശമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജോക്കു ആശ്ചര്യത്തോടെ ചോദിക്കുന്നത് വേറെ വെള്ളം എവിടെ നിന്നും കൊണ്ടുവരുമെന്ന്. ഠാക്കൂർ ഔർ സാഹു കെ ദോ കുവേൻ തോഹേ, ക്യാ ഏക്ക് ലോട്ടാ പാനി നാ ഭർണേ ദേഗെ. അപ്പോൾ ഗംഗി പറയാണ്, ഠാക്കൂറിൻ്റെയും സാഹുവിൻ്റെയും 2 കിണറുകൾ ഇവിടെ ഇല്ലേ, ക്യാ ഏക്ക് ലോട്ടാ പാനി നാ ഭർണേ ദേഗെ, ഒരു മൊന്ത വെള്ളം അവർ തരില്ലേ, നിറയ്ക്കാൻ അവർ സമ്മതിക്കില്ലേ. അപ്പോൾ ജോക്ക് പറയാണ്, ഹാത്ത് പാവ് തുടുവ ആയേഗി അവർ കുച്ചിന ഹോഗ, എന്താ പറഞ്ഞേ, കയ്യും കാലും തല്ലി ഒടിക്കും, അതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. ബൈറ്റ് ചുപ് കേസേ, നീ ഇവിടെ മിണ്ടാണ്ടിരുന്നോ. ബ്രാഹ്മൺ ദേവത ആശീർവാദ് ദേങ്കെ, ബ്രാഹ്മണ ദേവത ആശീർവദിക്കേണ്ടി വരും. ഠാക്കൂർ ലാട്ടി മാരേങ്കെ, ഠാക്കൂർ ലാത്തി കൊണ്ട് അടിക്കും. സാഹുജി ഏക്കിക്കെ 5 ലേങ്കെ, സാഹുജി ആണെങ്കിലോ 1 പകരം 5 അടി തരും. ഗരീബോം ക ദർദ് കോൺ സമജ്താ ഹേ, പാവപ്പെട്ടവരുടെ വേദന ആര് മനസ്സിലാക്കാനാ. ഹം തോ മർബി ജാത്തേ ഹേ, നമ്മൾ മരിച്ചു പോവും. തോ കോയി ദുവാർ പർ ജാങ്കിനെ നഹി ആത്ത, പക്ഷെ ആരും ദുവാർ പർ, ദുവാർ എന്ന് പറഞ്ഞാൽ പടി,
വീടിൻ്റെ പടിക്കൽ പോലും ജാങ്കിനെ നെഹിയാത്ത എത്തി നോക്കുക പോലുമില്ല. കന്ത ദേനാത്തോ ബഡി ബാത്ത് ഹേ. എന്താണ്, നമുക്ക് ജീവൻ തന്നെ കിട്ടുന്നത് തന്നെ, നമുക്ക് ജീവൻ തന്നെ ഉള്ളത് തന്നെ വലിയ കാര്യമാണ്. ഐസേ ലോഗ് കുവേംസെ പാനി പറഞ്ഞതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് കിണറ്റിൽ നിന്ന് വെള്ളം തരുമോ, വെള്ളം നിറയ്ക്കാൻ സമ്മതിക്കുമോ? ഇതാണ് ജോക്കു പറഞ്ഞത്. അപ്പോൾ ജോക്കുവിൻ്റെ ഈ വാക്കുകളിൽ എന്തൊക്കെയുണ്ടായിരുന്നു? അവരുടെ ആ ജാതി എന്ന വ്യവസ്ഥ കാരണം അവർക്കുണ്ടായിരുന്ന കീഴ്ജാതിക്കാർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മൊത്തം ഈ ഒരു സെൻറ്റൻസിൽ ഉണ്ട്. ഇൻ ശബ്ദോമേം കഡ്വ സത്യത. ഈ വാക്കുകളിൽ കയ്പേറിയ സത്യമായിരുന്നു. ഗംഗി ക്യാ ജവാബ് ദേത്തി. ഗംഗി എന്തു മറുപടിയാണ് പറയുക? ഹിന്ദു ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ നാ ദിയ. എങ്കിലും അവൾ ആ ദുർഗന്ധം നിറഞ്ഞ ആ വെള്ളം കൊടുക്കാൻ അവൾ കൊടുത്തില്ല. രാത്രിക്ക് 9 ബജേതേ. അങ്ങനെ രാത്രി 9 മണിയായി. ദക്കേ മാന്തേ മസ്ദൂർ തോ സോ ചുക്കേതേ. എന്താണ്, പണിയെടുത്ത് ക്ഷീണിച്ച മസ്ദൂർ തൊഴിലാളികൾ സോ ചുക്കേതേ ഉറങ്ങിക്കഴിഞ്ഞു. ഠാക്കൂർ കെ ദർവാസെ പർ 10-5 ബേഫിക്രെ ജമാതെ. ഠാക്കൂറിൻ്റെ വാതിലിന് നേരെ 5-10 ബേഫിക്രെ എന്ന് പറഞ്ഞാൽ കുറച്ച് ചിന്തയില്ലാത്ത കുറച്ച് ആളുകൾ ജമാതെ കൂടി നിന്നിരുന്നു. ഇനി പറയുന്നത് അവർ അപ്പോൾ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവർ ഠാക്കൂറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മൈതാനി ബഹാദുരി കാ തോ അബ് നാ സമാന രഹാ ഹൈ. മൈതാനി എന്ന് പറഞ്ഞാൽ കയ്യൂക്ക്, അതായത് ശാരീരിക ബലം. ബഹാദുരി എന്ന് പറഞ്ഞാൽ ശക്തി. ശാരീരിക ബലം കൊണ്ടുള്ള കാര്യമൊക്കെ അബ് നാ സമാന രഹാഹെ. ഇന്നത്തെ കാലത്ത് എന്താണ് നടക്കുന്നില്ല. നാ മൗക്ക, അവസരം പോലും കിട്ടുന്നില്ല. കാനൂനി ബഹാദൂരിക്ക് ബാത്തേ ഹോ രഹീതി. നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് പണ്ട് കാലത്ത് ജാതി വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന കാലത്ത് ബ്രാഹ്മണരായിട്ടുള്ള വലിയ വലിയ ആളുകൾ കീഴാളന്മാരെ അവരുടെ കയ്യൊക്കെ കൊണ്ടിട്ട് അവർ ശിക്ഷ നടപ്പാക്കിയിരുന്നു. പക്ഷേ ഇന്ന് അത് മാറി. ഇന്ന് എല്ലാത്തിനും എന്താണ്, നിയമമാണ്. എന്നിട്ട് പറയാണ് കിത്തിനി ഹോഷിയാരിസെ. എത്ര സമർത്ഥതയോടെയാണ് ഠാക്കൂറിനെ ധാനേദാർക്കു ഏക്ക് ഘാസ് മുക്തമേമേം റിശ്വത്ത് ദി. എത്ര സമർത്ഥനായിട്ടാണ് നമ്മുടെ ഠാക്കൂർ പോലീസ് ഇൻസ്പെക്ടർക്ക് ഏക്ക് ഘാസ് മുക്തമേ, ഒരു വിശേഷപ്പെട്ട ഒരു കേസിന്, മുക്തമേ കേസ്, റിശ്വത്ത് ദി, റിശ്വത്ത് കൈക്കൂലി കൊടുത്തു. അവർ സാഫ് നിക്കൽ ഗയെ, എന്നിട്ട് അതിൽ നിന്ന് ഊരിപ്പോന്നു. അതായത് എന്താണ്, കേസ് എന്താണ്, നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിലും കൈക്കൂലി കൊടുത്തിട്ട് നമ്മുടെ ഠാക്കൂറിനെ പോലെയുള്ള ആളുകളൊക്കെ അതിൽ നിന്നും ജയിക്കും. കിതനി അക്കൽ മന്ദീസെ ഏക്ക് മാർക്കേക്ക് മുഗ്ധമേം കി നക്കൽ ലേ ആയേ. എത്ര ബുദ്ധിസമർത്ഥനായിട്ടാണ്. അക്കൽ മന്തി എന്ന് പറഞ്ഞാൽ ബുദ്ധിസാമർത്ഥ്യം കൊണ്ടാണ്. ഏക്ക് മാർക്കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡ് മാർക്ക്, ഒരു വ്യാപാരവുമായിട്ടുള്ള ഒരു കാര്യത്തിൽ, മുക്തമേ കേസിലെ, നക്കല്ലേ ആയേ അതിൻ്റെ കോപ്പി കൊണ്ടുവന്നു. നാസിർ ഔർ മൊഹത്തമീം സബീ കഹത്തെ. നാസിർ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറും, മൊഹത്തമീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജരും, സബീ കഹത്തെ അവരെല്ലാവരും പറഞ്ഞു. നക്കൽ നെഹി മിൽ സക്തി. അതിൻ്റെ ആ കോപ്പിയൊന്നും കിട്ടില്ല എന്നവരൊക്കെ പറഞ്ഞു. കേസിൻ്റെ കോപ്പി കിട്ടില്ല എന്ന് പറഞ്ഞു. കൊയ് 50 മാങ്കത്ത. ചിലർ 50 ചോദിച്ചു. കൊയ് 100, ചിലർ 100 ചോദിച്ചു. അതായത് കൈക്കൂലി. യഹാം ബേ പൈസെ കൗടി നക്കൽ ഉടാതി. പക്ഷേ ഇവിടെ ബേ പൈസെ, ഒരു ചില്ലിക്കാശ് പോലും, കൗടി എന്ന് പറഞ്ഞാൽ ചിലവായില്ല. നക്കൽ ഉടാതി, ആ കോപ്പി കിട്ടുകയും ചെയ്തു. കേസിൻ്റെ ആ രേഖ കിട്ടുകയും ചെയ്തു. അതായത് തെളിവൊക്കെ ഠാക്കൂർ എന്താണ്, അവൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടിട്ട് വാങ്ങി. കാം കർണേക്ക ഢങ്ക് ചാഹിയേ. എന്നിട്ട് പറയണ്, ജോലി ചെയ്യാൻ അറിയണം. ജോലി ചെയ്യാൻ ഠാക്കൂറിനെ പോലെ പണിയെടുക്കാൻ അറിയണം. അത് കഴിഞ്ഞിട്ട് ഇസി സമയ ഗംഗി കുവേസെ പാനി ലേനെ പഹൂഞ്ചി. ആ സമയത്താണ് നമ്മുടെ ഗംഗി കിണറിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നത്. എവിടേക്ക്, ഏത് കിണറ്റിലേക്കാണ്? ഠാക്കൂറിൻ്റെ കിണറ്റിലേക്ക്. കുപ്പിക്ക് ധുന്തലി റോഷ്നി കുവേ പർ ആ രഹീതി. കുപ്പി എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്കിൻ്റെ ധുന്തലി റോഷ്നി, ആ മങ്ങിയ വെളിച്ചം, റോഷ്നി ആ വെളിച്ചം, കുവേ പർ ആ രഹീതി കിണറ്റിലേക്ക് വന്നു. ഗംഗി ജഗത്തിക്ക് ആടുമേം ബൈട്ടി. ഗംഗി നിലത്ത് അവിടെ ഇരുന്നു. ആ മറവിൽ, ആട് എന്ന് പറഞ്ഞാൽ ആ മറയിൽ ഇരുന്നു. ബൈട്ടി മൗക്കേക്ക ഇന്ദസാർ കർണയിലേക്ക്. എന്നിട്ട്
മൗക്കെ മൗക്കെ എന്ന് പറഞ്ഞാൽ അവസരം, അവസരം കാത്ത് ഇരുന്നു. ഇന്തസാർ കാത്തിരിക്കുക. എന്നിട്ട് ഗംഗയുടെ മനസ്സിൽ ഇനി തോന്നുകയാണ്, ഈസ് കുവേക്ക പാനി സാരാ ഗാവ് പീത്താഹെ, ഈ കിണറ്റിലെ വെള്ളം ഈ ഗ്രാമം മുഴുവനും കുടിക്കുന്നു. കിസി കേലിയെ രോക്ക് നഹി, ആരെയും തടയുന്നില്ല. സിർഫ് യേ ബദൻ സീബ് നഹീം ബർ സക്തി, പക്ഷേ ഈ നിർഭാഗ്യവതിക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഗംഗയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഗംഗയെക്കുറിച്ചിട്ട് ഗംഗയുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഗംഗയുടെ മനസ്സിൽ വരുന്ന, അതായത് ഇപ്പോൾ ഇവിടെ ഗംഗി ഈ ഒരു രാത്രിയിൽ ഇത്ര മേലാളന്മാരുടെ വീട്ടിലേക്കാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. പതിയോടുള്ള സ്നേഹം കൊണ്ടും പിന്നെ അവൾക്കൊരു പേടിയില്ല, ധൈര്യമുള്ളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയും പ്രശ്നം നടന്നിരുന്ന ഒരു സമയത്ത് രാത്രി ഇങ്ങനെ വെള്ളം എടുക്കാനായിട്ട് വരുന്നത്. അങ്ങനെയുള്ള ഗംഗയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഗംഗിക്ക വിദ്രോഹി ദിൽ റിവാസി പാബന്ദിയും ഔർ മസ്ബൂരിയും പർ ചോട്ടെ കർണേലക. ഗംഗയുടെ വിദ്രോഹി ദിൽ, വിപ്ലവകാരിയായിട്ടുള്ള മനസ്സ്. അവിടെ ഇപ്പോൾ ഗംഗിപ്പോൾ ഒരു വിപ്ലവമാണ് ഇപ്പോൾ ഉള്ള മനസ്സിൽ, അല്ലേ? തനിക്ക് പറ്റാത്തതിനുള്ള തൻ്റെ മനസ്സിലുള്ള ആ ഒരു ക്ഷോഭമാണ് ഇവിടെ കാണിക്കുന്നത്. വിപ്ലവകാരിയായിട്ടുള്ള അവളുടെ മനസ്സ് റീവാസി പാബന്ദിയും ഔർ മസ്ബൂരിയും പർ ചോട്ടെ കർണേലകെ. റീവാസി എന്ന് പറഞ്ഞാൽ ആചാരങ്ങളും, പാബന്ദിയും നിയന്ത്രണങ്ങളും, ഔർ മസ്ബൂരിയും നിവർത്തിക്കേടിനെയൊക്കെ വിചാരിച്ച് അവളുടെ മനസ്സ് ചോട്ടെ കർണേലക, വേദനിക്കാൻ തുടങ്ങി, മുറിവേൽക്കാൻ തുടങ്ങി. താൻ നേരിടുന്ന അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ആചാരങ്ങളും അതുപോലെ നിയന്ത്രണങ്ങളും അവരുടെ ഇല്ലായ്മയും ഒക്കെ അവളുടെ മനസ്സിനെ ഒരുപാട് വേദനിച്ചു. ഹം ക്യോം നീച്ച് ഹേ ഔർ യേ ലോഗ് ക്യോം ഊഞ്ച് ഹേ. ഞങ്ങളെങ്ങനെയാണ് കീഴാളന്മാരായത്, അവരെങ്ങനെയാണ് മേലാളന്മാരായത്. ഇസ്ലിയേ കി യേ ലോഗ് ഗലേമേ താഗ് ഡാലിലേത്തെ. അത് കഴുത്തിൽ ചരട് കെട്ടിയിട്ടാണോ തൂക്കിയിട്ടാണോ നടക്കുന്നത്? താഗ് എന്ന് പറഞ്ഞാൽ ടാഗ്. യഹാം തോ ജിത്തനെ ഹേ ഏക് സേ ഏക് ചണ്ടേ ഹേ. ഇവരിൽ എത്രയോ ആളുകൾ ഒന്നിനൊന്നോട് മോശം ആളുകളാണ്. ഇനി അവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചോരി ഏക്കരെ, കക്കുന്നതും അവർ തന്നെ. ജാൽ ഫരേബ് ഏക്കരെ, വഞ്ചന കാണിക്കുന്നത് അവർ തന്നെ. ജൂട്ടെ മുക്തമേ ഏക്കരെ, കള്ളക്കേസ് ഉണ്ടാക്കുന്നത് അവർ തന്നെ. അബി ഈസ് ഡാക്കൂറിനെ തോ ഉസ് ദിൻ ബേച്ചാരെ ഗഡരിയേക്ക് ഭേഡ് ചുരാലീതി. ഇനി പറയാണ്, നമ്മുടെ ഈ ഡാക്കൂർ ബേച്ചാരെ ഗഡരിയെ, പാവപ്പെട്ട ഗഡരിയെ, ആട്ടിടയൻ്റെ ബേഡ്, ഒരു ആടിനെ, ചുരാലി കട്ടുകൊണ്ടുപോയി. അവർ ബാദ്മേ മാർക്കർ ഘാഗയ, എന്നിട്ട് എന്ത് ചെയ്തു? പിന്നീട് അതിനെ കൊന്ന് തിന്നുകയും ചെയ്തു. ഇനി പണ്ഡിതിക്ക് ഗർമേത്തോ ബാരഹോ മാസ് ജുവാ ഹോത്താഹെ. ഈ പണ്ഡിതൻ, ഈ ബ്രാഹ്മണൻ്റെ വീട്ടിലൊക്കെ 12 മാസവും, ബാരഹ് മാസ് എന്ന് പറഞ്ഞാൽ 12 മാസവും ജുവാ ഹോത്താഹെ, ചൂതുകളിയാണ് നടക്കുന്നത്. യഹി സാഹുജി തോ ഗീ മേ തേൽ മിലാക്കർ ബേച്ചത്തെ. സാഹുജി ആവട്ടെ നെയ്യിൽ എണ്ണ ചേർത്തിട്ട് വിൽക്കുന്നു. കാം കരാലേത്തെ, പണിയെടുപ്പിക്കുന്നു. മസൂരി ദേനെ നാനി മർത്തി, പണിയെടുപ്പിച്ചിട്ട് ആളുകളെ കൊല്ലുന്നു. കിസ് കിസ് ബാത്തുമേ ഹംസെ ഊഞ്ചഹേ, എന്തൊക്കെ കാര്യത്തിലാണ് അവർ നമ്മളെക്കാൾ വലിയവരാകുന്നത്. ഹം ഗലി ഗലി ചില്ലാത്തെ നെഹിം കി ഹം ഊഞ്ചഹേ, ഞങ്ങൾ ഗലി ഗലി തെരുവ് തോറും ചില്ലാത്തെ നെഹി, നമ്മളെ കൂകി വിളിക്കുന്നില്ല ഞങ്ങൾ വലിയവരാണ് എന്ന്. ഹം ഊഞ്ചേ എന്ന് ഞങ്ങൾ വിളിച്ച് നടക്കുന്നില്ല. കബി ഗാവ് മേ ആ ജാത്തി ഹും, ചിലർ ഗ്രാമത്തിലേക്ക് വരുന്നു. തോ റസ്ബരി ആങ്കോം സെ ദേക്കിനയിലെത്തി, എന്നിട്ട് രസ്ബരി ആങ്കെ, ആ കാമം നിറഞ്ഞ കണ്ണുകളോടെ ഞങ്ങളെ നോക്കിക്കാണുന്നു. ജയ്സെ സബ്കി ചാത്തി പർ സാമ്പ് ലൗട്ടിനെലെത്ത, എല്ലാവരുടെയും മനസ്സിലൊരു പാമ്പ് പോകുന്നത് പോലെയായിട്ട് തോന്നും. പരന്നു ഘമ്മണ്ട് യഹിക്ക് ഹം ഊഞ്ചഹി, പക്ഷെ അവർക്കൊരു ധൈര്യം, ഞങ്ങൾ വലിയവരാണ് എന്നൊരു ധിക്കാരമാണ് അവർക്ക്. ഇതൊക്കെയാണ് ഗംഗി അപ്പോൾ മനസ്സിൽ ഓർക്കുന്ന കാര്യങ്ങൾ. കുവേ പർ കിസിക്ക് ആനയ്ക്ക് ആഹട്ട് ഹുയി, അപ്പോഴാണ് കിണറിൻ്റെ അവിടേക്ക് ആരോ വരുന്ന ആഹട്ട്. കിസിക്ക് ആനയ്ക്ക്, ആരോ വരുന്ന ഒച്ച കേട്ടു.
ഗംഗയ്ക്ക് ഛാത്തി ദക് ദക് കർണിലേക്ക്, ഗംഗയുടെ ഹൃദയം നെഞ്ച്, ഛാത്തി എന്ന് പറഞ്ഞാൽ നെഞ്ച് ഇടിക്കാൻ തുടങ്ങി. കഹീൻ ദേക്ക് ലേത്തു ഗജബ് ഹോ ജായ്, ആരെങ്കിലും കാണുകയാണെങ്കിൽ ആപത്താണ്, ഗജബ് ആപത്താണ്. ഏക്ക് ലാത്ത് ബി തോ നീച്ചേ നാ പട, ഒരു അടി പോലും താഴെ പോവില്ല, ഒക്കെ എനിക്ക് തന്നെ കിട്ടും. ഉസ്നെ ഗഡ ഔർ ലസ്സി ഉഡാ ലി, അവൾ കുടവും റസി കയറും എടുത്തു. ഔർ ജുക്ക് കർ ചൽത്തി ഹുയി ഏക്ക് വൃക്ഷയ്ക്ക് അന്തേരെ സായമേ ജാ ഗഡി ഹുയി, കുനിഞ്ഞു കുനിഞ്ഞു പോയിട്ട് ഒരു മരത്തിൻ്റെ പിന്നിലേക്ക് പോയി ഒളിച്ചിരുന്നു. കബ് ഇൻ ലോഗോം കോ ദയ ആത്തി ഹെ കിസി പർ, എന്നിട്ട് ആലോചിക്കുകയാണ് എപ്പോഴാണ് ഇവർക്ക്, ഈ ആളുകൾക്ക് മറ്റുള്ളവരോടൊരു ദയ തോന്നുക. ബേച്ചാരെ മഹക്കൂക്കു ഇത്തന സ്മാരാക്കി മഹീനെ ലാഹു ദൂപ്താരഹ, ഇതുപോലെ നമ്മുടെ മഹങ്കു എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇതുപോലെ അടി കിട്ടിയിട്ട് ഒരുപാട് ദിവസം, മാസങ്ങളോളം, മഹീനോ എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം, ലഹു ദൂക്താരഹ ചോര തുപ്പാൻ തുടങ്ങി. ഇസ്ലിയെ തൂക്കി ഉസ്നെ ബേഗാർ നാ ദീദി, എന്തുകൊണ്ടാണ് ആ കൂലി ചോദിച്ചതിന്. ഇസ്പർ യേ ലോഗ് ഊഞ്ചെ ബൻതേഹി, അതിലൊക്കെ അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. കുവേപ്പർ സ്ത്രീയാം പാനി ഭർണെ ആയിതി, കിണറ്റിലേക്ക് സ്ത്രീകൾ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇൻമേം ബാത്തു ഹോ രഹിതി, നീ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഖാനാ ഗാനെ ചലെ ഔർ ഹുക്കും ദിഹുവ താസാ പാനി ഭർ ലാവോ ഗഡേ കേലിയ പൈസ നെഹിയുവേ, എന്താ പറയുന്നത്, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ ഉത്തരവിടുകയാണ്, ശുദ്ധമായ വെള്ളം കൊണ്ടുപോയോ, ഗഡേ കേലിയ പൈസ നെഹി, കുടത്തിന് പൈസയൊന്നുമില്ല എന്ന്. ഹം ലോഗോം കോ ആരാം സെ ബൈഠെ ദേഖ് കർ ജൈസെ മർദോം കോ ജലൻ ഹോത്തി ഹെ, നമ്മളെ പോലെയുള്ള ആളുകൾ വിശ്രമിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അസൂയയാണ് തോന്നുന്നു. യഹ്തോ നാ ഹുവാക്കി കലസിയ ഉടാക്കർ ഭർലാത്തെ, എന്ത് ചെയ്യാനാ, നമുക്ക് കുടം, കലസിയ എന്ന് പറഞ്ഞാൽ ചെറിയ കുടം എടുത്തിട്ട് നമുക്ക് എന്തായാലും വെള്ളം നിറയ്ക്കണ്ടേ. ബസ് ഹുക്കും ചലാതിയാക്കി താസാ പാനി ലാവോ, എന്താണ് അവരൊരു ഉത്തരവിട്ടു, ശുദ്ധമായ വെള്ളം കൊണ്ടുപോയോ. ജയ്സെ ഹം ലൗഡിയാ ഹി ഹത്തോ, നമ്മളെന്താ വേലക്കാരികളാണോ. അപ്പോൾ വേറൊരു സ്ത്രീ പറയാണ്, ലൗഡിയ നെഹിത്തോ ഔർ ക്യാ ഹോ തും, വേലക്കാരി അല്ലെങ്കിൽ പിന്നെ നീ ആരാണ്. റോട്ടി കപ്പട നെഹിയും പാത്തി, നിനക്ക് ഫുഡും വസ്ത്രമൊക്കെ കിട്ടുന്നില്ലേ. 10-5 റുപ്പയെ ബി ചീൻ ചപ്പട്ടുകർ ലേ ഹീലെത്തി, 5-10 രൂപയൊക്കെ നീ മോഷ്ടിക്കുന്നതുമില്ലേ. അടിച്ചു മാറ്റി, ചപ്പട്ടുകർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വശത്താക്കുക, അടിച്ചു മാറ്റുക. ഔർ ലൗഡിയാൻ കൈസി ഹോത്തിയേ, പിന്നെ എങ്ങനെ വേലക്കാരി ആവാതിരിക്കുന്നത്. മറല്ല ജാവോ ദീദി, നാണം കെടുത്തല്ല ചേച്ചി. ചിൻ ബർ ആരാം കർണേക്കോ ജി തരസ്കർ രഹ് ജാത്താ ഹോ, ഒരു മിനിറ്റ് നേരമെങ്കിലും വിശ്രമിക്കാൻ കൊതിക്കുകയാണ്. ഇത്തനാ കാം കിസി ദൂസരേക്ക് ഗർ കർ ദേത്തി, ഇത്രയും പണി വേറെ വീട്ടിലുണ്ടാവില്ല. തോ ഇസേ കഹിം ആരാം സെ രഹത്തി, ഇത് വേറെ വീട്ടിലാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വിശ്രമം കിട്ടിയേനെ. ഊപ്പർ സെ വഹ് എഹ്സാൻ മാൻത, എന്താണ്, മുകളിലുള്ളവർക്ക് നമുക്കൊരു ആശ്വാസം കിട്ടിയേനെ. യഹാം കാം കർത്തേ കർത്തേ മർ ജാവോ, ഇവിടെ നമ്മൾ ജോലി ചെയ്ത് ചെയ്ത് മരിക്കേണ്ടി വരും. പർ കിസിക മുഹ്ക്കി സീതാ നഹി ഹോത്ത, എത്ര നമ്മൾ ജോലി ചെയ്ത് മരിച്ചാലും ആരുടെയും മുഖം നേരെയാവില്ല. ദോനോ പാനി ബർക്കർ ചലി ഗയി, എന്നിട്ട് ആ 2 സ്ത്രീകളും വെള്ളം നിറച്ചിട്ട് പോയി. തോ ഗംഗി വൃഷിക്ക് ഛായാസെ നിക്കലി, ആ മരത്തിൻ്റെ പിന്നിൽ നിന്ന് ഗംഗി പുറത്തേക്കിറങ്ങി. ഔർ കുവേക്ക് ജഗത് കെ പാസ് ആയി, കിണറിൻ്റെ അടുത്തേക്ക് വന്നു. ബേഫിക്രെ ചലേ ഗയതേ, അവിടെ നിന്നിരുന്ന ആളുകളൊക്കെ പോയിരുന്നു. ഠാക്കുർ ബി ദർവാസ ബന്ദ് കർ അന്തർ ആംഗൻ മേ സോനെ ജാ രഹേ, ഠാക്കുറും വാതിലൊക്കെ അടച്ച് അകത്തുള്ള മുറ്റത്ത് ഉറങ്ങാൻ കിടന്നു. ഗംഗീനെ ക്ഷണിക സുഖിക്ക് സാസലി, ഗംഗി ഒരു നിമിഷം സുഖത്തിൻ്റെ ഒരു ശ്വാസം എടുത്തു. കിസി തരഹ് മൈതാൻ തോ സാഫ് ഹുവ, എങ്ങനെയൊക്കെയോ ആ ഗ്രൗണ്ടൊക്കെ ഒന്ന്, മൈതാൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രൗണ്ട് വൃത്തിയായി, അതായത് അവിടെയുള്ളവരൊക്കെ പോയി. അമൃത് ചുരാലാനേക്ക്, അമൃത് എന്ന് പറഞ്ഞാൽ അമൃതം, അമൃതം ചുര എന്ന് പറഞ്ഞാൽ അമൃതം എടുക്കാൻ വരുന്ന, ജോ രാജകുമാർ, അമൃതം തേടി വരുന്ന രാജകുമാരനെ പോലെയായിരുന്നു. കിസി സമാനമേ ഗയാത, എന്താണ് നമ്മുടെ ഗംഗി ഇപ്പോൾ. വഹബി ശായദ് ഇത്തനി സാവധാനിക്കെ സാത്ത് ഔർ സമജ് ബുജ്കർ നാ ഗയാത, അവർ പോലും ഇത്രയും
മെല്ലെ ഇത്രയും എന്താണ് സമജ് പുജുക്കർ, അതായത് ഇത്രയും ഒരു എന്താണ് എല്ലാ കാര്യവും മനസ്സിലാക്കി ഒരു കണ്ണിങ്ങിലൊന്നും അവർ പോയിട്ടുണ്ടാവില്ല. ഗംഗി ദബേ പാവ് കുവേക്ക് ജഗത് പർച്ചടി, ഗംഗി അവളുടെ കാൽപാദം ആ എന്താണ് കിണറുംകരയിലേക്ക് അമർത്തി വെച്ചു. വിജയ് കാ ഐസ അനുഭവ് ഉസേ പഹലെ നാ ഹുവാദ, ആ കാലവിടെ വെച്ചതും അവൾക്ക് എന്താണ് വിജയത്തിൻ്റെ ഒരു അനുഭവം ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഠാക്കൂറിൻ്റെ കിണറിനും കരയിലേക്കാണ് അവൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അവരിപ്പോൾ ഗംഗയെ പോലെയുള്ള കീഴ് ജാതിക്കാർക്കൊന്നും അവിടേക്ക് പ്രവേശനമേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഗംഗി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗംഗയ്ക്ക് അതൊരു വിജയമായിട്ട് തോന്നിയത്. ഉസ്നെ റസി കാ ഫന്ത ഗഡേമേ ഡാല, അവള് റസി എന്ന് പറഞ്ഞാൽ കയറിൻ്റെ ഫന്ത കുരുക്ക്, ഗഡേമേ ഡാല കുടത്തിൽ കെട്ടി. ധായേമ്പായെ ചൗക്കന്നി ദൃഷ്ടി സെ ദേക്ക, ധായേമ്പായ എന്ന് പറഞ്ഞാൽ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ നോക്കി. ജैसे कोई सिपाही रात को शत्रु के किले में सुराग कर रहा हो, ഒരു സിപ്പാഹി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരൻ രാത്രിയിൽ ശത്രുക്കളെ തിരഞ്ഞ് വരുന്നത് പോലെയാണ് അവൾ ഒരു നുഴഞ്ഞു കയറുന്നത് പോലെയായിരുന്നു ഗംഗയുടെ ആ ഒരു നേരം. അഗർ ഈ സമയം വഹ് പക്കട് ലീ ഗയി തോ फिर उसके लिए മാഫി യാ റിയാസത്ത് കി റത്തി ബർ ഉമ്മീദ് നഹി, എന്നാൽ ഈ ഒരു സമയത്ത് അവളെ പിടിക്കപ്പെട്ടാൽ തോ ഫിർ ഉസ്കെ ലിയെ മാഫി, പിന്നെ അവൾക്കൊരു മാപ്പോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. രത്തി ബർ ഉമ്മീദ് നഹി, ഒരു അങ്ങനെ ജീവൻ തന്നെ കിട്ടുമോ എന്ന് അവൾക്ക് വിശ്വാസമില്ല. അന്തുമേ ദേവതാവും കോ യാദ് കർക്കെ ഉസ്നെ കലേജ മസ്ബൂത് കിയ, അങ്ങനെ അവസാനം എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ആലോചിച്ച് അവളുടെ ഹൃദയം, കലേജ എന്ന് പറഞ്ഞാൽ ആ ഹൃദയം അവൾ ദൃഢമാക്കി. ഔർ ഗഡാ കുവേമേ ഢാൽ ദിയ, എന്നിട്ട് കിണറ്റിലേക്ക് കുടം ഇട്ടു. ഗഡേനെ പാനിമേ ഗോത്താ ലഗായ, കുടം വെള്ളത്തിൽ മുങ്ങുകയും താവുകയും ചെയ്തു. ബഹുത്ത് ഹി ആഹിസ്ത, വളരെ പതുക്കെ. സരാബി ആവാസ് നാ ഹുയി, ചെറിയ സൗണ്ട് പോലുമില്ലാതെ. ഗംഗീനെ 2-4 ഹാത്ത് ജൽദി ജൽദി മാരെ, 2-4 വട്ടം കൈ കൊണ്ട് കയറ് വലിച്ചു. ജൽദി മാരെ എന്ന് പറഞ്ഞാൽ വലിച്ചു. ഗഡാ കുവാം കെ മൂഹ് തക്ക് ആ പഹൂഞ്ച, അങ്ങനെ കുടം കിണറിൻ്റെ ആ വക്ക് വരെ എത്തി. കോയി ബഡാ ഷഹസോർ പഹൽവാൻ ബി ഇത്തനി തേസി സെ നാ ഗീഞ്ച് സക്താത, പഹൽവാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗുസ്തിക്കാരന് പോലും ഇത്രയും സ്പീഡിൽ ഇങ്ങനെ കയറ് വലിക്കാൻ പറ്റില്ലായിരുന്നു. ഗംഗി ജുക്കി കി ഗഡേ കോ പക്കടുക്കർ ജഗത്ത് പർ രക്കേക്ക് ഏക ഏക് ഠാക്കൂർ സാഹബ് കാ ദർവാസ ഗുൽ ഗയ, ഗംഗി കുനിഞ്ഞ് ആ കുടമെടുത്ത് കിണറും കരയിലേക്ക് വെച്ചതും പെട്ടെന്ന് തന്നെ ഠാക്കൂർ സാഹബിൻ്റെ ദർവാസ വാതിൽ തുറന്നു. ഗുൽ ഗയ, തുറന്നു. ഷേർ കാ മുഹ് ഇസ്സെ അധിക് ഭയാനക് നാ ഹോഗ, സിംഹത്തിൻ്റെ വായ പോലും ഇത്രയും ഭയാനകമായിട്ട് തോന്നില്ല. ഇവിടെ ഠാക്കൂറിൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നപ്പോൾ സിംഹത്തിൻ്റെ വായേക്കാൾ പേടിയായിട്ടാണ് അവൾക്ക് തോന്നിയത്. ഗംഗയ്ക്ക് ഹാത്ത് സെ റസി ചൂട്ട് ഗയി, അപ്പോൾ എന്താ സംഭവിച്ച്, ഗംഗയുടെ കയ്യിൽ നിന്ന് കയറ് ചൂട്ട് ഗയി, പിടിവിട്ടു. റസിക്ക് സാത്ത് ഗഡാ ദഡാം സെ പാനി മേങ്കിര, കയറിൻ്റെ കൂടെ കുടവും വെള്ളത്തിലേക്ക് ദഡാം സെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പാനിയിലേക്ക് വീണു. കൈ ക്ഷൺ തക്ക് പാനി മേ ഹിൽ കോരയ്ക്ക് ആവാസ് സുനായി ദേത്തി രഹി, കുറേ നേരം കിണറ്റിൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടു. ഠാക്കൂർ കോൻ ഹേ കോൻ ഹേ, അപ്പോൾ ഠാക്കൂർ ആരാണ് എന്ന് ചോദിച്ചു. പുക്കാർത്തെ ഹുയെ കുവേക്ക് തരഫ് ആ രഹേ ദേ, അങ്ങനെ ചോദിച്ചിട്ട് കിണറിൻ്റെ അവിടേക്ക് ഠാക്കൂർ ഓടി വന്നു. ഔർ ഗംഗി ജഗത് സെ കൂത് കർ ഭാഗി ജാ രഹി തി, അപ്പോൾ ഗംഗി അവിടെ നിന്നൊരൊറ്റ ചാട്ടത്തിന് അവിടുന്ന് ഓടിപ്പോയി. കൂത് കർ, ചാടിയിട്ട് ഭാഗി ജാ രഹി തി, അവിടുന്ന് ഓടിപ്പോയി. ഗർ പഹൂഞ്ച് കർ ദേക്കാക്കി ജോക്കു ലോട്ട മൂസെ ലഗായെ വഹി മൈല ഗന്ധ പാനി പീ രഹാ ഹെ, അങ്ങനെ ഇതാ കണ്ടോ, ചിത്രത്തിൽ കാണുന്നത് കണ്ടോ. ഓടിക്കിതച്ച് നമ്മുടെ ഗംഗി വീടിൻ്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ എന്താ കണ്ടത്, ജോക്കു അവിടെ ഇരുന്നിട്ട് ആ ദുർഗന്ധമുള്ള വെള്ളം ഇരുന്ന് കുടിക്കുകയാണ്.
അപ്പോൾ അത് നമ്മുടെ ഗംഗി നോക്കി കാണുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. ഇത്രയേ ഉള്ളൂ. കഥയിൽ ഒരുപാട് ഇത് പ്രേംചന്ദിൻ്റെ കഥയായതുകൊണ്ടും പഴയ ഒരുപാട് പഴക്കമുള്ള കഥയായതുകൊണ്ടും നമുക്ക് ഒരുപാട് ന്യൂ വേർഡ്സ് ഇതിലുണ്ട്. ചില വാക്കുകളൊന്നും മനസ്സിലാവാത്തതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ് ഈ കഥയുടെ പ്രത്യേകത എന്താണ്? മനുഷ്യബന്ധങ്ങളെ അറുത്തുമാറ്റുന്ന ഐക്യത്തിനെതിരെ ശബ്ദിക്കുന്ന ഒരു കഥയാണിത്. പണ്ട് കാലത്ത് നടന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ ശബ്ദം ഉയർത്താൻ പറ്റുന്ന ഒരു കഥയാണ്. ഇവിടെ ഗംഗി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഇവിടെ പ്രേംചന്ദ് ഈ കഥയെ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഈ പാഠഭാഗത്തിൽ വരുന്ന അതുപോലെ മുൻ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെന്താണ് ഇതിൻ്റെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീനിങ്സ് അങ്ങനെയുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും നന്ദി.